വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. ഈശോ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാത രോഗിയെ എടുത്തുകൊണ്ടുവന്നു. ജനക്കൂട്ട നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാത രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാത രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? മിശിഹായാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവവചനത്തിൻ്റെ അനുസ്യൂതമായ പ്രവാഹമാണ് ഓരോ നിമിഷവും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വചനത്തിൽ നിറഞ്ഞു വരുന്ന, വചനത്തിൽ തെളിഞ്ഞു വരുന്ന ഒരു വലിയ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കർത്താവിനെ കാണാനും അനുഭവിക്കാനും സ്വന്തമാക്കാനുള്ള വലിയ അവസരമാണ്, അനുഗ്രഹമാണ് ഇന്ന് ഈശോ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വായിച്ചു കേട്ട വചനം നമുക്ക് അല്പസമയം ഒന്ന് ധ്യാനാത്മകമായി പരിചിന്തനം നടത്താം. വചനത്തിൻ്റെ ആദ്യത്തിൽ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാമത്തെ വചനം തന്നെ ഇപ്രകാരമാണ് പറയുന്നത്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന് വാർത്ത കേട്ട് അനേകം ആളുകൾ അവിടെ തടിച്ചുകൂടി, ഓടിക്കൂടി. അപ്പോൾ കർത്താവ് ചെയ്ത പ്രവൃത്തി പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമാണ്. ഈശോ ചെയ്തു തന്നതാ. ഉടനെ തന്നെ വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടിയപ്പോൾ ഈശോ അവരോട് വചനം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, ഈ തിരുവചന ഭാഗത്തിൻ്റെ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കുമ്പം നമുക്കറിയാം, അവിടേക്ക് ഈശോ കുറേ കാലമായി വന്നിട്ട് അങ്ങനെ സ്വന്തം ദേശത്തും പരിസരത്തും എത്തിയപ്പോൾ ഉടനെ തന്നെ ഇത് അറിഞ്ഞ് എല്ലാവരും ഓടിക്കൂടി. നമ്മളാണെങ്കിലോ ഏതെങ്കിലും വിദേശത്ത് പോയിട്ടോ അല്ലെങ്കിൽ പുറമെ പോയി കുറച്ച് നാൾ കഴിഞ്ഞ് വരുമ്പം നമ്മളെ കാണാനായിട്ട് നമ്മുടെ അടുത്തോട്ട് കുറേ ആൾക്കാർ വന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ വചനത്തിൽ നമ്മൾ കേട്ടു, ഈശോ ഉടനെ അവരോട് വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അല്ലാതെ കർത്താവ് ആ മത്തായി ചേട്ടനെ കണ്ടപ്പം, മത്തായി ചേട്ടാ, എന്തോരം നാളായി കണ്ടിട്ട് അല്ലേ, എന്നാക്കൊണ്ട് വിശേഷം, വീട്ടിൽ സുഖമല്ലേ, പനിയുണ്ടോ, അസുഖമുണ്ടോ, സമ്പത്ത് എങ്ങനെയുണ്ട്, പണികളൊക്കെ എങ്ങനെ നടക്കുന്നു? ഈശോ ഒരു വിശേഷവും ചോദിച്ചില്ല. മത്തായി ചേട്ടനെ കഴിഞ്ഞ് അപ്പുറത്ത് നോക്കിയപ്പോഴാണ് വർഗീസ് ചേട്ടൻ നിൽക്കുന്നത്. വർഗീസ് ചേട്ടൻ അന്ന് ക്ഷീണം ഉണ്ടായിരുന്നല്ലോ, ഇന്ന് ക്ഷീണമൊന്നും ഇല്ലല്ലോ അല്ലേ? ചോദിച്ചില്ല. ഒരു വീട്ടുവിശേഷങ്ങളും ഒരാൾക്കാരുടെ വിശേഷം അല്ല കർത്താവ് ചോദിക്കുന്നത്. കുറേ പേരെ കണ്ടപ്പോൾ ഈശോ ഉടനെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കർത്താവ് യേശുമിശിഹാ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? അതല്ലേ ഈശോ ഇപ്രകാരം പറഞ്ഞത്, ദൈവപിതാവിനെക്കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ചിന്ത എന്നെ ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ എന്താണോ, നമ്മുടെ ചിന്ത, ബുദ്ധി, ഹൃദയത്തിൽ ഇതൊക്കെ എന്താണോ നിറഞ്ഞിരിക്കുന്നത്, അത് 10 പേരെ കാണുമ്പോഴത്തേനും നമ്മൾ പ്രകടിപ്പിച്ചു തുടങ്ങും. അതിൽ ചിലവർ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കാണുമ്പോഴത്തേനും കുറ്റം പറയാൻ തുടങ്ങും. മറ്റുള്ളവരെ കുറിച്ചുള്ള എല്ലാ കുറ്റങ്ങളും പെട്ടെന്ന് തുരുതുരാന്ന് പറയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഉള്ളിൽ എന്താണോ നിറച്ചു വച്ചിരിക്കുന്നത് അത് പ്രകടിപ്പിക്കും. ഈശോയുടെ ഉള്ളും മുഴുവൻ, ശരീരകോശം മുഴുവൻ, ശ്വാസോച്ഛ്വാസം മുഴുവൻ, ചിന്ത മുഴുവൻ പിതാവായ ദൈവമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമായിരുന്നു. അതുകൊണ്ട് കർത്താവ് എന്നാ ചെയ്തേ, 10 പേരെ കണ്ടപ്പോഴത്തേനും, കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതാണ്, അവരെ കണ്ടപ്പോഴത്തേനും കർത്താവ് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അല്ലാതെ ഈശോ സ്വന്തം കാര്യവും പറഞ്ഞില്ല. ഞാൻ ഇന്ന സ്ഥലത്തോട്ടൊക്കെ പോയേക്കുമായിരുന്നു, ഇന്ന പട്ടണത്തിൽ പോയി
കഫർനാമിൽ പോയി, വേറെ സ്ഥലത്ത് പോയി, ഗലീലയിൽ പോയി, സക്കേവൂസിനെ കണ്ടു, അവിടെയുള്ളവരെ ഉയർപ്പിച്ചു, 5 അപ്പം 5000 കൊടുത്തു, ഞാൻ രോഗിയെ സുഖപ്പെടുത്തി, ഞാൻ മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. ഇതൊന്നുമല്ല കർത്താവിന് പറയാനുള്ള വിശേഷം. ഈശോയ്ക്ക് പറയാനുള്ള കാര്യം ഒരേ ഒരു കാര്യം, അവൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സ്വന്തം കാര്യങ്ങളും സ്വന്തം വിശേഷങ്ങളും പറയുന്നില്ല, മറ്റുള്ളവരുടെ വിശേഷങ്ങളുമല്ല, നേരെ മറിച്ച് ദൈവപിതാവിൻ്റെ വിശേഷം മാത്രമേ കർത്താവ് യേശു മിശിഹായ്ക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത് വളരെ നമ്മുടെയൊക്കെ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കേണ്ട ഒരു വചനമാണിത്. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ദൗത്യബോധം എപ്പോഴും ഉള്ളിലുണ്ടെങ്കിൽ ആ ദൗത്യം നിറവേറ്റുന്ന, അത്യധികം ആവേശത്തോടെ നിറവേറ്റുന്ന ഒരു വ്യക്തിയായിത്തീരും നമ്മൾ ഓരോരുത്തരും. കർത്താവ് അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അതല്ലേ വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞത്, ഇനി മുതൽ ജീവിതം എനിക്ക് ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന്. ഇനി മുതൽ ജീവിതം എനിക്ക് ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന്. ഇങ്ങനെ പറയാനായിട്ട് വിശുദ്ധ പൗലോസ്ലീഹയ്ക്ക് സാധിച്ചതും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും മുഴുവൻ കർത്താവ് വന്ന് നിറഞ്ഞപ്പോഴാണ്. ഇങ്ങനെ ആരൊക്കെയാണോ ഈശോയാൽ നിറയപ്പെടുന്നത് അവരൊക്കെ ഈ ഒരൊറ്റ കാര്യമേ ജീവിതത്തിൽ ചിന്തിക്കുകയുള്ളൂ, സംസാരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ ഈ വചനഭാഗത്തിലേക്ക് വരുമ്പം നമ്മൾ കാണുന്നുണ്ട് 4 പേര് ചേർന്ന് ഒരു തളർവാദ രോഗിയെ കിടക്കയോടെ എടുത്ത് ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു വചനഭാഗം. അതായത് നമ്മൾ കാണണം, സുഹൃത്തുക്കളുടെ അതിയായ ശ്രദ്ധ. കൂട്ടത്തിൽ ഒരാൾ അവശനായി കിടക്കുമ്പോൾ ആ വ്യക്തിയോട്, ആ സുഹൃത്തിനോടുള്ള അതിയായ ശ്രദ്ധ നമ്മൾ കാണണം. ഇന്നും സൗഹൃദങ്ങളുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ സൗഹൃദം എങ്ങോട്ട് നയിക്കുന്നതാണ്? ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഇന്നും ഉണ്ട്, പലയിടത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ വചനത്തിൽ നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. അവരുടെ ആ 5 പേരുടെ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പാണ്. ഇവർ 5 പേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഈ 5 പേരിൽ ഒരാൾക്കാണ് തളർവാദം പിടിവിട്ട് കിടന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ ആ ഗാഢമായ സൗഹൃദ ബന്ധം ഈ തളർവാദ രോഗിയെ പോലും നയിച്ചത് എങ്ങോട്ടാണെന്ന് ഓർക്കണം, കർത്താവിൻ്റെ അടുത്തേക്കാണ്. അതായത് നമ്മുടെയൊക്കെ സൗഹൃദങ്ങൾ നമ്മളെ നയിക്കുന്നത് കർത്താവിൻ്റെ അടുത്തേക്കായിരിക്കണം, വചനത്തിൻ്റെ അടുത്തേക്കായിരിക്കണം, ദേവാലയത്തിലേക്കായിരിക്കണം, മറ്റൊരു സ്ഥലത്തേക്കും ആയിരിക്കരുത്. ഇന്ന് ഒരാളെന്നോട് പറഞ്ഞു, ഇങ്ങനെ പരിചയപ്പെട്ടപ്പോഴേ അയാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ മിനിഞ്ഞാന്ന് ഞാൻ നല്ലോണം മദ്യപിക്കാനിടയായി എന്ന്. അതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. വരുന്ന വഴിക്ക് 20 വർഷം മുൻപ് പരിചയമുള്ള അത്രയും അടുത്ത ഗാഢമായ സൗഹൃദമുള്ള ഒരാളെ കണ്ടു. എന്നാൽ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ എന്നോട് വർത്തമാനം പറയുന്ന ആൾ ഒരു 5-6 മാസമായി മദ്യപാനമൊക്കെ നിർത്തി പ്രാർത്ഥനയിലും ഒക്കെ ജീവിക്കുന്ന ഒരാളാണ്. ഇയാൾ പറഞ്ഞു, മിനിഞ്ഞാന്ന് മദ്യപിക്കാൻ കണ്ടമാനം കുടിക്കാനിടയായി. 20 വർഷം മുന്നേ വഴിയിൽ വെച്ച് ഇതാ ആ മനുഷ്യനെ ഇന്നലെ കണ്ടു. അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കുറേ വർഷം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ കാണുന്നത്. അയാൾ എന്നെ നിർബന്ധിച്ചു, ഇത്രയും കൊല്ലം കഴിഞ്ഞ് നമ്മൾ കാണുന്നതല്ലേ, കുറച്ച് കുടിക്കാമെന്ന് പറഞ്ഞ്. ഞാൻ ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞാച്ചാ, എന്നാലും 20 കൊല്ലത്തിന് ശേഷം കണ്ടുമുട്ടുന്നതാണല്ലോ എന്ന് ഓർത്തിട്ട് അയാൾ നിർബന്ധിച്ചപ്പം ഞാൻ കുടിക്കാനായിട്ട് കയറിയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സൗഹൃദങ്ങൾ നമ്മളെ നയിക്കുന്നത് എങ്ങോട്ടാണ്? ഈ വചനത്തിൽ നമ്മൾ കണ്ടു 4 പേര് തങ്ങളുടെ സുഹൃത്ത് ഇങ്ങനെ തളർവാദം പിടിവിട്ട് കിടന്നപ്പം അയാളെ ഈശോയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെയൊക്കെ സൗഹൃദങ്ങൾ അത് നയിക്കുന്നത് നമ്മളെ കർത്താവിൻ്റെ പക്കലേക്കായിരിക്കണം. ഈശോയുടെ അടുത്തേക്ക് നയിക്കുന്ന സൗഹൃദങ്ങളെ എന്നും നിലനിൽക്കുകയുള്ളൂ എന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ വചനത്തിൽ നമ്മൾ എങ്ങനെ കാണുന്നത്, അവരുടെ ആ ഗാഢമായ അഗാധമായ സൗഹൃദം ഈ 4 പേരെയും സ്വയം പ്രേരിപ്പിച്ചു, ഈ തളർന്നു കിടക്കുന്നവനെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് പോകണ്ട, നേരെ മറിച്ച് കുറച്ച് ബുദ്ധിമുട്ടിയാലും സാരമില്ല, അവനെയും കൂടെ എടുത്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്തോട്ട് പോകാമെന്ന്. പ്രിയപ്പെട്ടവരെ,
സൗഹൃദങ്ങളൊക്കെ അത് ഗാഢമാണെന്നും ആത്മാർത്ഥമാണെന്നും തിരിച്ചറിയുന്ന എപ്പോഴാണ്? നമുക്കൊക്കെ ഒരു ആവശ്യം വരുമ്പോഴോ ഈ വചനത്തിൽ കാണുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തളർച്ച ബാധിക്കുമ്പോഴല്ലേ. ഇവർ 4 പേരും ഈ തളർവാദ രോഗിയുടെ ഉറ്റ സുഹൃത്തുക്കളല്ലായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? 4 പേരും പറയും, ഓ ഇവനെയും കൂടെ കൊണ്ടുപോയാൽ നമുക്കൊന്നും കർത്താവിൻ്റെ അടുത്തെത്താനോ ഈശോയെ ഒന്ന് കാണാനോ പറ്റിയില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ തളർന്ന് കിടക്കുന്ന ആളെ എടുത്തുകൊണ്ട് പോക്കലൊന്നും നടപ്പുള്ള കാര്യമില്ല, അവനവിടെ കിടക്കട്ടെ, നമുക്ക് കർത്താവിനെ കണ്ടതിന് ശേഷം തിരിച്ചു വന്ന് വിശേഷങ്ങളൊക്കെ ഇവനോട് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ 4 പേരും അങ്ങനെ ചിന്തിച്ചില്ല. 4 പേരും കൂടെ തീരുമാനിച്ചു, നമ്മൾ പോകുന്നെങ്കിൽ ഇവനെയും കൂട്ടിക്കൊണ്ട്, നമ്മൾ കർത്താവിൻ്റെ അടുത്ത് എത്തുന്നെങ്കിൽ ഇവനെയും കൂട്ടിക്കൊണ്ട്, ഇവനില്ലാതെ നമുക്ക് പോകണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഗാഢമായ സൗഹൃദത്തിൻ്റെ ഒക്കെ ശക്തി തിരിച്ചറിയുന്നതും അതിൻ്റെ കെട്ടുറപ്പ് മനസ്സിലാകുന്നതും നമ്മൾ ആർക്കെങ്കിലും ഒരു വീഴ്ചയോ ഒരു തകർച്ചയോ സംഭവിക്കുമ്പോഴല്ലേ. ഈ 4 പേരും തീരുമാനിച്ചു, ഇവരെ കൂടാതെ, ഈ എൻ്റെ സുഹൃത്തായ ഈ തളർന്നു കിടക്കുന്നവനെ കൂടാതെ ഞങ്ങൾ കർത്താവിൻ്റെ അടുത്തോട്ടില്ല, ഒരു വഴിക്കും പോകുന്നില്ല, ഇവനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഓർക്കണം, നമ്മൾ ടൂർ പോകുമ്പോൾ, നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, ഉല്ലാസയാത്ര പോകുമ്പോൾ, ധ്യാനിക്കാൻ വരുമ്പോൾ, നമ്മളൊക്കെ അവശരെയും നിരാലംബരെയും കഴിവില്ലാത്തവരെയൊക്കെ തഴിഞ്ഞിട്ട് പോകുന്ന ഒരു വിധമാണെങ്കിൽ അതല്ലല്ലോ അടുത്ത സൗഹൃദങ്ങൾ. ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതും അങ്ങനെയല്ല. നടക്കാൻ പറ്റാത്ത സുഹൃത്തിനെ അവർ ഈശോയുടെ അടുത്തേക്ക് ഏതു വിധേനയും എത്തിച്ചു. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ, മൂന്നാമതായിട്ട് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? ഏത് പ്രതിബന്ധത്തെയും തരണം ചെയ്യാനായി അങ്ങനെയുള്ള വ്യക്തികൾക്ക് സാധിക്കും, ശക്തി കിട്ടും. അതല്ലേ അവരിങ്ങനെ തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ഈശോയുടെ ആ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ കണ്ടമാനം ജനങ്ങൾ, ഒന്ന് തിരിയാനോ നിൽക്കാനോ സ്ഥലമില്ലാതെ ആൾക്കാർ. അപ്പോഴും അവർ പറഞ്ഞില്ല, ഇത്രമാത്രം ആൾക്കാർ ഇവിടെ ഉള്ളതല്ലേ, നമുക്ക് തിരിച്ചു പോയേക്കാം, കർത്താവിൻ്റെ അടുത്ത് എത്താനൊന്നും പറ്റിയില്ലെന്ന്. തടസ്സങ്ങൾ മഹാമേരു പോലെ മുന്നിൽ വളർന്നു നിന്നിട്ടും, ഹിമാലയം പോലെ മുന്നിൽ വളർന്നു നിന്നിട്ടും ഇവരുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ചഞ്ചലപ്പുണ്ടായില്ല, നിരാശയുണ്ടായില്ല. കർത്താവിൻ്റെ അടുത്ത് തങ്ങളുടെ സുഹൃത്തിനെ എത്തിച്ചിട്ടുള്ള കാര്യമുള്ളെന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തിൽ വായിച്ചതുപോലെ അവർ വീടിൻ്റെ മുകളിൽ കയറി മേൽക്കൂര പൊളിച്ച് ഈ സുഹൃത്തിനെ താഴേക്ക് ഇറക്കിയെന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ നമ്മുടെ സൗഹൃദങ്ങൾ ഒരു ഹായ് ഹൂയ് പറയാനുള്ള സൗഹൃദം ആകരുത്. നമുക്കൊക്കെ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പ്രത്യേകമായ സ്പെഷ്യൽ കെയർ കൊടുക്കാനായിട്ട് സാധിക്കണം. ഹായ് സുഖമല്ലേ എന്നും പറഞ്ഞ് കൈ വീശി കാണിക്കുന്ന ഒരു സൗഹൃദം ആകരുത് നമ്മുടേത്. സ്പെഷ്യൽ കെയർ കൊടുത്ത് പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കാനായി നമുക്ക് സാധിക്കണം. ഈ പ്രത്യേക ശ്രദ്ധ കൊടുത്തതല്ലേ അവർ മേൽക്കൂര പൊളിച്ച് ആ തളർവാദ രോഗിയെ കിടക്കയോടെ താഴോട്ട് ഇറക്കിയെന്ന്. അപ്പോൾ സംഭവിച്ച അതിശയകരമായ ഒരു കാര്യം നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. ഈശോയെക്കുറിച്ചാണ്. അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു. അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് തളർവാദ രോഗിയോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിൽ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല, രോഗിയെ ശ്രദ്ധിക്കുന്നു പോലുമില്ല കർത്താവ് യേശുമിശിഹാ. ഈശോയുടെ സർവ്വ ശ്രദ്ധയും സർവ്വ ചിന്തയും എങ്ങോട്ടാണ് പോയത്? ഈ 4 പേരിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുള്ള വിശ്വാസവും കണ്ടിട്ടാണ് പലപ്പോഴും മറ്റുള്ളവർക്കൊക്കെ അനുഗ്രഹങ്ങളും സൗഖ്യവും കിട്ടുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതല്ലേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇത്രയേറെ ശക്തിയുണ്ടെന്നും പ്രാധാന്യമുണ്ടെന്നും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങകലങ്ങളിലുള്ള ഏത് വ്യക്തിയെ ഉദ്ദേശിച്ചാണോ പ്രാർത്ഥിക്കുന്നത് അവരിലേക്ക് കർത്താവിൻ്റെ ശക്തി എത്തിച്ചേരും. നമ്മൾ ആ വ്യക്തിയെ കാണുന്നുണ്ടാവില്ല, അറിയുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി അങ്ങകലേക്ക് കണ്ണു കാണാത്ത അഗാധങ്ങളിലുള്ള
വളരെ ദൂരങ്ങളിലുള്ള വ്യക്തിയിലേക്കും എത്തിച്ചേരും. അതുകൊണ്ടാണ് വചനത്തിൽ ഈശോ ഇപ്രകാരം പറഞ്ഞത്. അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന്, നീ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു കാരണവശാലും നമ്മൾ ഒഴിവ് കൊടുക്കരുത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അതീവ ശക്തിയാണുള്ളത്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് കണ്ട്, നമ്മുടെ വിശ്വാസം കണ്ട്, ആർക്ക് വേണ്ടിയാണോ, ഏത് നിയോഗത്തോടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആ നിയോഗങ്ങൾ കർത്താവ് നിറവേറ്റി കൊടുക്കും. വീണ്ടും നാലാമതായിട്ട് ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്രകാരമാണ്. ഈശോയുടെ ശക്തി തിരിച്ചറിയാനും അത് അംഗീകരിക്കാനും ആർക്കൊക്കെ സാധിക്കുന്നോ അവരിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും. അതല്ലേ ഈ 4 പേരും, തളർവാദ രോഗി ഉൾപ്പെടെ 5 പേരും കർത്താവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു, കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി, അത് അംഗീകരിച്ചു. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയല്ലേ? ഈശോയുടെ ശക്തി തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും നമുക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളിലൂടെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ വീണ്ടും 5-ാമതായി വചനം നമ്മളോട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ്? ഈശോയുടെ അടുത്ത് എത്തുന്നതിനും മറ്റുള്ളവരെ എത്തിക്കുന്നതിനും ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ അടുത്ത് എത്തുന്നതിനും മറ്റുള്ളവരെ ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുന്നതിനും ഒരു വലിയ മനസ്സ് നമുക്കൊക്കെ ഉണ്ടാകണം. കാരണം എന്തേ? നമ്മൾ അനുഭവിച്ചറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവരും കൂടെ അറിയട്ടെ. അതിനു വേണ്ടി സമയവും ആരോഗ്യവും ശക്തിയും ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് ഈശോയുടെ അടുത്ത് എത്തണം, മറ്റുള്ളവരെ എത്തിക്കുകയും ചെയ്യണം. ഇന്ന് പലപ്പോഴും ചിലപ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നോ? മറ്റുള്ളവരെ എത്തിക്കും, നമ്മൾ എത്തുന്നില്ല. അതുകൊണ്ടാണ് 2, 3, 4 വർഷമൊക്കെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ആളുകൾ തകർന്നു പോകാൻ ഇടയാകുന്നത്. തീഷ്ണതയോടെ പ്രവർത്തിക്കും, വാഹനങ്ങളിലൂടെയും വർത്തമാനത്തിൽ കൂടെയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചും ഒക്കെ മറ്റാളുകളെയൊക്കെ ധ്യാനിപ്പിക്കാനും ധ്യാനിക്കാനും ഒക്കെ എത്തിക്കും. എന്നിട്ടോ സ്വയം പ്രാർത്ഥിക്കാൻ മറന്നുപോകും. വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലാതാകും, കുമ്പസാരം ഇല്ലാതാകും, വചന വായന ഇല്ലാതാകും, മറ്റ് ആത്മീയമായ കൃത്യങ്ങൾ ഒക്കെ നഷ്ടപ്പെടും. എന്നാലും തീഷ്ണതയോടെ പ്രവർത്തിക്കും, മറ്റുള്ളവരെ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കും, സ്വയം എത്തുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ പലപ്പോഴും നമ്മൾ കാണുന്നത് നശിച്ചു പോകുന്ന ആത്മീയ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്ന കുറേ പേരെയൊക്കെ മറ്റുള്ളവരെ എത്തിക്കുന്നതിനിടയ്ക്ക് സ്വയം എത്താനായിട്ട് മറന്നുപോകും. മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതിനടുത്ത് ഇടയ്ക്ക് സ്വയം പ്രാർത്ഥിക്കാനായിട്ട് വിട്ടുപോകും, മറന്നുപോകും. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞത്. മറ്റുള്ള എല്ലാവരെയും കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിച്ച് കർത്താവിനെ പറഞ്ഞു കൊടുത്ത് അവരെ ഒക്കെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തിയിട്ട്, ഞാൻ സ്വയം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കാര്യമായി തന്നെ കണിശതയോടെ നിയന്ത്രിക്കുന്നുവെന്ന്. മറ്റുള്ളവരെയൊക്കെ ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തിച്ചിട്ട് ഞാൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കണിശമായി നിയന്ത്രിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും എത്തിക്കും, നമ്മൾ നശിച്ചു പോയാലോ? അതുകൊണ്ടാണ് മറ്റുള്ളവരെ കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കാനും സ്വയം എത്താനും നമുക്കൊക്കെ സാധിക്കണം. അപ്പോഴാണ് ഈ വചനത്തിൽ കണ്ടതുപോലെ അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് നമ്മളിലും മറ്റുള്ളവരിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കൊക്കെ അടിയുറച്ച വിശ്വാസം വേണം. ഈ വിശ്വാസത്തിൻ്റെ തികവിൽ വേണം നമ്മൾ ദൈവ ശുശ്രൂഷകളിൽ ഏർപ്പെടാനും കർത്താവിൻ്റെ പക്കലേക്ക് സ്വയം വരാനും മറ്റുള്ളവരെ എത്തിക്കാനും. അതല്ലേ തിരുവചനത്തിൽ ഇപ്രകാരം യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 29-ാം വചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്തു: തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ, നമുക്കും ഈശോയുടെ അടുത്തെത്താം, മറ്റുള്ളവരെയും കർത്താവിൻ്റെ അടുത്തേക്ക് എത്തിക്കാനായി